ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഗിരിക്കും ജയറാമനും കൂടി ആഹാരം കൊണ്ടുവന്നിരിക്കുകയാണ് നന്ദിനി. അങ്ങനെ ഗിരിയോട് നന്ദിനി കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതൊന്നും ജയറാമിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവര് ഓർഫനേജിലെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ജയറാം. ഏതായാലും എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള സംസാരമൊക്കെ ഇവൾക്ക് ഒഴിവാക്കാമായിരുന്നു. അമ്മ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിച്ചതല്ലേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ജയറാമൻ. തുടർന്ന് നന്ദിനി ചോദിക്കുകയാണ്, അല്ല ഗിരി, സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കാറ്? അല്ലല്ല, ഞാൻ വീട്ടിലുള്ളപ്പോൾ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട്. ഞാൻ അവരെ അമ്മയെ പോലെയാ കാണുന്നത്. അവരുണ്ടാക്കി തരുന്ന ആഹാരത്തിനും നല്ല രുചിയാണ്. ജേട്ടൻ എന്താ ആഹാരം കഴിക്കുന്നില്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഈ കറികൾക്കൊന്നും ഉപ്പുമില്ല, ആഹാരത്തിന് രുചിയുമില്ലെന്ന് പറഞ്ഞ് ജയറാമൻ അവിടെ നിന്നെഴുന്നേറ്റ് പോകുന്നു. ഇത് കേൾക്കുന്ന ഗിരി പറയുകയാണ്, നന്ദിനി വിഷമിക്കണ്ട, എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ രുചികരമാകണമെന്നില്ല. ചിലപ്പോ ജയറാമന്റെ മനസ്സിന്റെ പ്രശ്നമായിരിക്കുമെന്ന് ഗിരി പറയുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജയറാം അവിടുന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന സാവിത്രിയാണ്. ഏതെങ്കിലും അമ്മായിമ്മമാർക്ക് ഈ വിധി ഉണ്ടാകുമോ? ഇതിനൊരു പരിഹാരം എന്താ എന്റെ ഭഗവാനെ? ഒരു ഐഡിയ ഉണ്ട് എന്റെ നാത്തൂൻ. അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രി ഇന്ദ്രജയെ വിളിക്കുന്നു. എന്റെ ഇന്ദ്രജെ, ഞാൻ ആകെ മടുത്തു. കാക്ക കൊത്തുന്നത് പോലെ ഒരു ജീവിതമായി മാറിയിരിക്കുകയാ എന്റേത്. ആ മീനാക്ഷിയെ കൊണ്ട് എനിക്കിനി വയ്യ. അവളെ അമ്മായിമ്മ പോരുമായിട്ട് ഇറങ്ങിയിരിക്കുകയാ എന്റെ അടുത്ത്. ഇത് കേൾക്കുന്ന ഇന്ദ്രജ മനസ്സിൽ പറയുകയാണ്, നിനക്കത് വേണം. നിന്റെ മകൻ ചില്ലറയൊന്നുമല്ലല്ലോ എന്റെ മോളെ നാണം കെടുത്തിയത്. ദേ ഇന്ദ്രജെ, ഞാനിപ്പോ അലക്കുകല്ലിന്റെ അടുത്ത് നിന്നാ സംസാരിക്കുന്നത്. ഞാനിവിടെ തുണി കഴുകുകയാ. അവള് എന്നെ കൊണ്ട് തുണി കഴുകിക്കുന്നു. അതെന്തിനാ സാവിത്രി കഴുകുന്നത്? അവിടെ എന്താ വാഷിംഗ് മെഷീൻ ഇല്ലേ? എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി അവൾ അത് കേടാക്കി. ആ വീഡിയോ നശിപ്പിക്കാതെ എനിക്കിനി മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല ഇന്ദ്രജെ. ആ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണമെന്നും സാവിത്രി പറയുന്നു. സാവിത്രി വിഷമിക്കണ്ട, അതിനുള്ള പണികളെല്ലാം ഞാൻ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ സാവിത്രിക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ദ്രജ. എന്താണെങ്കിലും ഇന്ദ്രജെ, ഈ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സാവിത്രി കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ്. രാജലക്ഷ്മി അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാം. അതേസമയം അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഗിരി നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം എന്താണെന്ന് ജയറാമിനോട് ചോദിക്കുന്നു. അത് പരിപ്പൂടയാണെന്ന് ജയറാം പറയുന്നു. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു പലഹാരമാണ് പരിപ്പുവട. ആഹാരം കൊടുത്ത് മനസ്സിൽ കയറാനുള്ള അവന്റെ തന്ത്രം ഇതോടെ നിൽക്കട്ടെ എന്നും ജയറാം മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി ഒരു പ്ലേറ്റും കൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, ഒന്ന് നിന്നേ, ഞാനേ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന് നന്ദിനി പറയുന്നു. എന്നാലേ ഇത് ഞാനല്ല ഉണ്ടാക്കിയത്, അച്ഛനാണ് ഉണ്ടാക്കിയത്. ഒരാള് താൻ ഏറെ സ്നേഹിക്കുന്ന ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാദ് കൂടുമെന്ന് പറയുന്നതപ്പോ ശരിയാണല്ലേ? ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ്, എന്തൊക്കെ ആയാലും ശരി, എന്റെ അമ്മ അംഗീകരിക്കാത്ത ഒരാളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതേസമയം അങ്ങോട്ടേക്ക് ഒരു ബൗളുമായിട്ട് വരികയാണ് ഗിരീഷ്. തുടർന്ന് നന്ദിനി ഗിരിയുടെ കയ്യിൽ നിന്നും ആ ബൗൾ വാങ്ങുകയാണ്. കേസരി കഴിച്ചിട്ട് നന്ദിനി ചോദിക്കുകയാണ്, എനിക്ക് കേസരി ഇഷ്ടമാണെന്ന് ഗിരിയോട് ആര് പറഞ്ഞു? അതെന്ത് ചോദ്യമാണോ താൻ ചോദിക്കുന്നത്? തന്റെ ഇഷ്ടങ്ങളെല്ലാം എനിക്ക് നന്നായി തന്നെ അറിയാം. അല്ല, താൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഗിരി പറയുമ്പോ നന്നായിട്ടുണ്ടെന്ന് നന്ദിനി പറയുന്നു. അങ്ങനെ നന്ദിനി അവിടുന്ന് പോകുമ്പോ ഗിരി ചെന്ന് ജയറാമിനോട് പറയുകയാണ്, നന്ദിനിക്ക് പരിപ്പോടെയാ ഇഷ്ടമെന്ന് ജയറാം കള്ളം പറഞ്ഞതാണെന്ന് ജയറാമിന്റെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് കേസരിയുടെ കാര്യം പറഞ്ഞത്. എന്നാലും ജയറാം എന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി അകത്തേക്ക് പോകുന്നു. തുടർന്ന് മീനാക്ഷി പറയുകയാണ്, എന്റെ അച്ഛൻ വിഷമിക്കാതെ. അമ്മയെ വളയ്ക്കാനേ നമുക്ക് പുതിയ വഴികളെല്ലാം കണ്ടെത്താം. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ പറഞ്ഞു വിട്ടയാള് ചെമ്പകമംഗലത്തേക്ക് എത്തുന്നതാണ്. മീനാക്ഷി സൂക്ഷിക്കണമെന്ന് സാവിത്രി അവരോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം ആ സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നതാണ്. മേഡം, ഫോൺ ഒന്ന് തരാമോ, എന്റെ മോളെ ഒന്ന് വിളിക്കാനാണെന്ന് അവര് പറയുമ്പോ എന്റെ ഫോൺ ഞാൻ ആർക്കും തരില്ലെന്ന് സാവിത്രി പറയുന്നു. തുടർന്ന് മീനാക്ഷിയുടെ ഫോൺ ചോദിക്കുമ്പോൾ മീനാക്ഷി ലോക്ക് അഴിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ആ സ്ത്രീ മീനാക്ഷിയുടെ ഫോണിൽ നിന്നും ഇന്ദ്രജയെ വിളിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.